ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നാണെങ്കിൽ ഒരു ചെറിയ കുട്ടി വീഡിയോ ആണ്, വേറൊന്നുമല്ല, എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ്. കുറേ പേരാണ് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഹെയർ കെയർ വീഡിയോ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്, ആ ഒരു റുട്ടീൻ കാണിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കാണിക്കാമല്ലോ. അപ്പം എനിക്ക് വലിയ ഹെയർ കെയർ റുട്ടീനൊന്നും ഇല്ല, ബട്ട് നമ്മൾ ഷോർട്സിലും എൻ്റെ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേക്കും പണ്ടത്തിനെക്കാട്ടിലും പെട്ടെന്നാണ് എനിക്ക് മുടി വളരുന്നത്. അപ്പൊ അത് ചോദിച്ചിട്ടാണ് തോന്നുന്നത് എല്ലാവരും എൻ്റെ ഹെയർ കെയർ റുട്ടീൻ വേണമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഞാൻ ഈ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന മുടി ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തതാണ്. ഇപ്പതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ ആൾക്കാർക്ക് ഒരു ഇതായി, ഒരു ഹെയർ കെയർ വീഡിയോ കാണിക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനെ ഉള്ളൊന്നും വരത്തില്ല. ഉള്ളി എന്താ പറയാനാ, നീളം വരും. ഉള്ളാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെയാണ് ഉള്ളു വന്നു. ചിലപ്പോഴൊക്കെ നല്ല കട്ടിമുടി കാണും, ചിലപ്പോഴൊക്കെ നല്ലപോലെ പൊഴിഞ്ഞു. എനിക്ക് ആഫ്റ്റർ സർജറിക്ക് ശേഷം എൻ്റെ മോനെ ഒന്നും പറയേണ്ട, ഈ ഭയങ്കരമായിട്ടാണ് മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ലിമിറ്റ് ഇല്ലാത്ത രീതിക്ക് മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പണ്ടത്തെ അതേ ഹെയർ കെയർ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ മുടി ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ മുടിയെ ഞാൻ ഇപ്പം നോക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ബിഫോർ സർജറിക്കാണെങ്കിൽ അപ്പോഴേക്ക് എനിക്ക് ആവശ്യത്തിന് മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടി ഉണ്ടെങ്കിലും പോലും നീളം വരും. മുടിക്ക് ഉള്ളില്ലെങ്കിലും നല്ല എന്താ പറയാനാ, നീളം പെട്ടെന്നാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നല്ലപോലെ എൻ്റെ മുടി കെയർ ചെയ്തില്ലെങ്കിൽ ഇനി 4, 3, 7 മുടിയെ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സർജറിക്ക് ശേഷം ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ ഊരി വരുന്ന ടൈപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഹെയർ കെയർ റുട്ടീനൊക്കെ തുടങ്ങണം. അപ്പം ഞാനും എനിക്ക് ആപ്റ്റായിട്ടുള്ള, എനിക്ക് എന്താ പറയാ, മുടി പെട്ടെന്ന് കിളിച്ചിട്ടുള്ള ഒരു റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പോവാം. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ ഹെയർ ഓയിലാണ്. 2 തരത്തിലുള്ള ഹെയർ ഓയിലാണ് ഞാനാണെങ്കിൽ യൂസ് ചെയ്യാറുള്ളത് എൻ്റെ ഹെയറിലാണെങ്കിൽ. ഒന്നെന്ന് വെച്ചാൽ കാസ്റ്റർ ഓയിലും, ഒന്നാണെങ്കിൽ അതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയത്തില്ല, സാധാ ഒരു ഹെയർ ഓയിലാണ്. അത് എനിക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചാൽ, ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പണ്ട് ഒരു കൊറോണ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ചുമ്മാ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു പേജ് കണ്ടു. അതിനകത്ത് കുറേ റിവ്യൂസ് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നല്ല പെട്ടെന്ന് മുടി വളരുന്നു, നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നു, ഉള്ളു വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ റിവ്യൂസ് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്കൊന്ന് അവരുടെ അടുത്തൊന്ന് മെസ്സേജ് ചെയ്തിട്ട് നമുക്കും 2 ബോട്ടിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു ബോട്ടിലുണ്ട്. അത് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ മുടി പെട്ടെന്ന് വളർന്ന് കണ്ടിട്ട് ഞാൻ ഒരാൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അവർ പോയി ആ ഇൻസ്റ്റാഗ്രാമിൽ പോയി തപ്പി നോക്കിയപ്പോഴത്തേക്കും ആ പേജ് ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പേജ് ഞാനും തപ്പി നോക്കാൻ മറന്നുപോയി. ഞാനും നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു, ഒന്നും കൂടെ സെർച്ച് ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ പേര് ഡയമണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ ഹെയർ ഓയിൽ കാണിച്ചു തരാം. ഞാൻ തേക്കുന്ന 2 എണ്ണം കാണിച്ചു തരാം. ഈ 2 എണ്ണമാണ് എൻ്റെ ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങൾ. ഇത് ഫസ്റ്റ് ഞാൻ റീൽസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 100% പ്യുവർ ആയിട്ടുള്ള ഒരു കാസ്റ്റർ ഓയിലാണ്, വിഷ് കെയറിൻ്റെ ആണ്. അടിപൊളിയാണ് ഗൈസ്, വേറൊന്നുമല്ല. കാരണം ഇതും കൂടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ 2 ഓയിലും കൂടെ മിക്സ് ആയതിൽ ഏതാ എഫക്റ്റ് എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ബട്ട് ഇത് ഒന്നും പറയില്ല. ഞാനൊരു കൊറോണ ടൈം തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ആ ഓയിൽ. അപ്പോൾ ഈ ഓയിൽ എന്ന് വെച്ചാൽ ഞാൻ തേക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പിരികം, കൺപീലി, പിന്നെ ഈ നെറ്റ് കയറുന്നതിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് ഇത്. പിന്നെ ചിലപ്പോഴൊക്കെ ഇവിടെയൊക്കെ തേക്കാറുണ്ടെങ്കിൽ പോലും, മുടിയുടെ അറ്റത്തൊക്കെ തേക്കുമെങ്കിൽ പോലും ഇത് കുറവാണ്, എന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഹെയർ ഓയിൽ ഞാൻ തേക്കുന്നത് ആദ്യം. രണ്ടാമത് ഞാൻ തേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഡയമണ്ട് ബ്യൂട്ടിയുടെയാണ് രണ്ടാമത്തത്. സാധാ ഒരു ഹെയർ ഓയിലാണ്. ഇതിനകത്ത് കുറേ വരുന്നുണ്ട് ഇൻഗ്രീഡിയൻസ്, പക്ഷെ എൻ്റെ മണം ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, നമുക്ക് വെറുപ്പാണോ അതിൻ്റെ അടുത്തൊരു ഇഷ്ടം പോലത്തെ ഒരു ടൈപ്പ് ഒരു മണമാണ് ഇതിന് വരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് അടങ്ങിയേക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒലിവ് ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, മസ്റ്റേർഡ് ഉണ്ട്, കാസ്റ്റർ ഉണ്ട്, വിറ്റാമിൻ ഉണ്ട്, ഒനിയൻ എല്ലാം, അങ്ങനെ കുറേ അടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പേജ് ഒന്ന് അടിച്ചു നോക്ക്. ഇതാണ് ഡയമണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ഇത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് ആണ് അവിടെ. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തപ്പോഴേ അറിയുന്നത് അവർ അങ്ങ് ഡൽഹിക്കാരോ അങ്ങനെ അവിടെ കണ്ടുള്ള ആൾക്കാരാണ്, ഹിന്ദിക്കാരാണ്. അപ്പം ഞാൻ ഒന്ന് നോക്കിയില്ല. അവർക്ക് മെസ്സേജ് അയച്ചു എനിക്ക് ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നായിട്ട് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, 2ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അവർ ഷിപ്പിംഗ് ചാർജ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ഇരിക്കട്ടെ, എന്തായാലും ആവശ്യം വരുമല്ലേ, വേറെ എണ്ണ വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 2 ബോട്ടിൽ വാങ്ങിച്ചു. അപ്പം എൻ്റെ മോനെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എൻ്റെ ആ കൊറോണ ടൈമിൽ
കൊറോണയ്ക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം വരെ ഉള്ളായിരുന്നു മുടി. അപ്പം ഞാൻ കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് എന്താ പറയാൻ, അങ്ങ് താഴെ വരെ മുടി കിളിച്ചു. അത് പെട്ടെന്നായിട്ടുള്ള ഫാസ്റ്റ് ഗ്രോയിങ് ആയിരുന്നു. അത് ഈ ഒറ്റ എണ്ണയും കൊണ്ട് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് 100% വിശ്വസിക്കാം. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇത് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഞാൻ യൂസ് ചെയ്തു. അമ്മയുടെയും മുടി പെട്ടെന്നാണ് വളർന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിന് നല്ല ഗുണങ്ങളുണ്ടെന്ന്. ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്യും, റെഡ്യൂസ് ഹെയർ ഫാൾ, സിൽക്കി ഹെയർ, റിമൂവ് ഡാൻഡ്രഫ്, സ്ട്രോങ് ഹെയർ, റിഗ്രോ ഹെയർ, ഇത്രയും അടങ്ങിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ശരിക്കും സത്യമല്ല, ഡാൻഡ്രഫൊക്കെ നല്ലപോലെ കുറയും. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് നല്ലപോലെ പോകും. പിന്നെ ഹെയർ ഫോൾ കുറയ്ക്കും. അതുപോലെ തന്നെ എന്താ പറയുക, പെട്ടെന്ന് വളരും കേട്ടോ. ഒന്നും നോക്കാനില്ല. നിങ്ങൾക്ക് മുടിക്ക് നീളം പെട്ടെന്ന് വളരണമെങ്കിൽ ഇത് വാങ്ങിച്ചു ഉപയോഗിച്ചോ. ഇത് ഒരിടത്തും കാണത്തില്ല. ഇത് ആരും ഇങ്ങനത്തെ ഈ ഒരു ഹെയർ ഓയിലിന്റെ വീഡിയോ ഇട്ട് കാണത്തില്ലായിരിക്കും. അപ്പം ഇത് ഞാനും ഉണ്ടോ നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാം പേജിലാണ്, ഡയമണ്ട് ബ്യൂട്ടി എന്നാണ് ഇതിന്റെ പേര്. കണ്ടോ, ഞാൻ ഇത് തീരാറായി. ഓൾമോസ്റ്റ് ഞാൻ പിന്നെ വാങ്ങിച്ചു. ഇവരുടെ ഞാനിപ്പോൾ വാങ്ങുന്ന ഒരു 4ാമത്തെ 5ാമത്തെ ബോട്ടിലാണ് വാങ്ങുന്നത്. കേട്ടോ, ഞാൻ വീണ്ടും അടുത്തത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ടാണ് എപ്പോഴും ഞാൻ വാങ്ങുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായത് ഇത്രയും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇത് വേണം ഉപയോഗിക്കാൻ. ഇത്രയും കൂടെ ഉള്ളൂ. അമ്മ അതിലാണ് ഞാൻ യൂസ് ചെയ്ത് തീർക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഹെയർ ഓയിൽ. അപ്പം ഇത് തേക്കുന്ന വിധം ചോദിച്ചാൽ, പണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ തേക്കുന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ ഒരാഴ്ചയിൽ 2-3 വട്ടമെങ്കിലും ഞാനാണെങ്കിൽ എണ്ണ തേക്കാറുണ്ട്. എണ്ണ തേച്ചിട്ട് ഒരു 1.5 hour അങ്ങനെ മാക്സിമം ഞാൻ മുടിയിൽ വെച്ചിട്ടാണ് ഞാൻ എന്തോ ചെയ്യുന്നത്, ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി കളയുന്നത്. പക്ഷേ ഞാൻ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ 100%ഉം എന്തായാലും ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണ തന്നെയാണത്. അതുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇടുന്നതായിരിക്കും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ഓയിലാണ്. അപ്പം നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കും. ഇതാണ് എൻ്റെ ഹെയർ ഓയിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാനാണെങ്കിൽ 1.5 hour ഞാനാണെങ്കിൽ തേച്ച് വെക്കുന്നത്. അത് എൻ്റെ ഷാമ്പൂ ഇട്ട് കളയും. ഒരു മാക്സിമം ഞാൻ എപ്പോഴും വൈകിട്ടാണ് തേക്കുന്നത്. പക്ഷെ എനിക്ക് നൈറ്റ് എല്ലാവരും ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ഓവർ നൈറ്റിൽ ഇട്ടിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയാനാണ് പറയുന്നത്. പക്ഷേ എനിക്കെന്തോ എണ്ണ പുരട്ടിയിട്ട് കിടന്നുറങ്ങാനൊന്നും എനിക്കിഷ്ടമല്ല. രാവിലെ ആകുമ്പോഴത്തേക്ക് തലവേദന അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഒക്കെ എനിക്കുണ്ട്. എനിക്ക് എണ്ണ കൂടുതൽ പുരട്ടിയാലും എനിക്ക് തലവേദന അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു 1.5 hour എപ്പോഴായാലും എനിക്ക് എപ്പോഴാണ് ഞാൻ കുളിക്കാൻ തോന്നുന്നത് അതിന് മുമ്പ് ഞാൻ ഇത് പുരട്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മാസ്കുകൾ കുറേ ചെയ്യാറുണ്ട്. മാസ്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഈ ചെമ്പരത്തി താളീസാണ്. അതായത് ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ പുരട്ടാറുണ്ട്. അതും നല്ലതാണ് ഗൈസ്. അത് നിങ്ങൾ മാസ്കായിട്ട് വല്ലപ്പോഴും മാസത്തിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടി ഇരിക്കുമ്പോഴോ അത് ഉപയോഗിച്ച് നോക്കിയാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഒരു ഹെയറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഫ്റ്റർ ഷാംപൂസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം. ഷാംപൂ ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കളർ ഞാൻ എൻ്റെ തലമുടിയിൽ തേച്ചത് കൊണ്ട്, ഹെയർ കളർ ഉണ്ടായത് കാരണത്താൽ ഞാൻ എന്താണ് ഹെയർ കളറിന്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഏതെങ്കിലും ഷാമ്പു ആണ്. ഞാൻ എന്നാണോ ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഇങ്ങനെ ഹെയർ പ്രൊട്ടക്ട് ചെയ്യുന്ന എണ്ണകളാണ് കൂടുതലും ഞാൻ യൂസ് എണ്ണകൾ കൂടുതലും ഷാംപൂസിന്റെ അടങ്ങിയിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ ബ്രാൻഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ ബ്രാൻഡ്സ്. അപ്പം എനിക്കിപ്പം ഞാൻ അവസാനം ലാസ്റ്റ് ആയിട്ട് വന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നതിലാണ് ലോറിയൽ പ്രൊഫഷണലിലാണ് വന്ന് നിൽക്കുന്നത്. കാരണം ഗൈസ്, എനിക്ക് പല ഷാമ്പൂ ഉപയോഗിക്കുമ്പോഴും എനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ പതഞ്ഞിരിക്കണം. ഒരു പെട്ടെന്ന് ഇച്ചിരി ഇട്ടാൽ പോലും നല്ലപോലെ പതയണം. ബട്ട് ചില ഷാമ്പൂവിലൊന്നും ആണെങ്കിൽ അങ്ങനെ പതയത്തില്ല. ഈ പ്ലമ്മിൻ്റെ ഒക്കെ ഷാമ്പൂ ആണെങ്കിൽ ഒട്ടും പതയത്തില്ല. പക്ഷെ അതിൻ്റെ കണ്ടീഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഗൈസ്. നിങ്ങൾ കണ്ടീഷനൊക്കെ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് കാണിച്ചുതരാം. അപ്പം അങ്ങനത്തെ കുറേ ബ്രാൻഡുകളിലൊക്കെ ഷാമ്പൂ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്യുന്നത് ഏതാണ്ട് 3-4 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് ഞാൻ സ്കോട്ട്സ്കോഫിന്റെ കണ്ടീഷണറും ഷാമ്പൂ ആയിരുന്നു ഉപയോഗിച്ചത്. അതും അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പം എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഓരോ ബ്രാൻഡ് ഞാൻ ട്രൈ ചെയ്യാനാണല്ലോ എനിക്കിഷ്ടം. ഇപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇപ്പം ഞാൻ ആഫ്റ്റർ സർജറിക്ക് ശേഷം ഞാൻ ഒരേ ഷാമ്പൂ ഒരേ ഇതിൽ പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് നല്ല മുടിയൊക്കെ വളരുമ്പോൾ മാത്രം ഇനി കുറേ ബ്രാൻഡുകൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് സ്കോട്ട്സ്കോഫിൻ്റെ അടിപൊളിയായിരുന്നു ഗൈസ്. അതും നല്ലതായിരുന്നു. കാരണം നല്ലപോലെ എന്താ പറയാനാ നമ്മുടെ ഹെയർ കളർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കും. കാരണം അങ്ങനെ പോത്തേ ഇല്ലായിരുന്നു. ഞാനൊരു ഹെയർ കളർ ചെയ്തത് ഏതാണ്ട് ഇപ്പം വിചാരിക്കും ഒരു സപ്പോസ് ഒരു ജാനുവരിയിലാണെങ്കിൽ
ഈ ഒരു അടുത്ത ജാനുവരിയും കഴിഞ്ഞ് ആ ഹെയർ കളർ നിന്നായിരുന്നു, ആ ഒരു ഷാമ്പൂവിന്റെ ബെനഫിറ്റും കൊണ്ട്. സോ അതിനുശേഷം ഞാൻ ഇങ്ങനെ കുറെ വാങ്ങിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്ന് നിൽക്കുന്നതാണ് ലോറിയലിന്റെ ഞാൻ എടുത്തേക്കുന്ന വിറ്റാമിനോ കളർ. ഞാൻ പറഞ്ഞില്ലേ, കളർ അടങ്ങിയിട്ടുള്ളത്, കളറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഷാമ്പൂ ആണ് വെച്ചാൽ ഗൈസ്. ട്രസ്റ്റ് മീ, അടിപൊളി ഒരു ഷാമ്പൂ ആണ്. കാരണം സലൂണിൽ കിട്ടുന്ന ഒരു ഷാമ്പൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സലൂണിലൊക്കെ ഷാമ്പൂ ഇടുന്ന ആ മണം അതേ രീതിക്ക് വരണമെന്നൊക്കെ അതേ ഒരു രീതിക്കാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ ഷാമ്പൂ. ഇതിന്റെ കണ്ടീഷണർ ഞാൻ വാങ്ങിച്ചില്ല, അത് ഭയങ്കര റേറ്റ്, ഇതിന് തന്നെ നല്ല റേറ്റ് ആയി. അപ്പൊ ഞാൻ മറ്റേതും കൂടെ വാങ്ങാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഇതാണ്. ബട്ട് എനിക്ക് കണ്ടീഷണർ ഒറ്റൊരു കണ്ടീഷണറാണ്. ഞാനിപ്പം കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷണർ പ്ലമ്മിന്റെ കണ്ടീഷണറാണ്. ഞാൻ കാണിച്ചത് പ്ലമ്മിന്റെ കണ്ടീഷണറാണ്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് വെച്ചാൽ കോക്കനട്ട് മിൽക്കിന്റെ ആണ്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ പ്ലമ്മിന്റെ എനിക്ക് ഷാമ്പൂ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ കണ്ടീഷണർ ഒരു രക്ഷയില്ല ഗൈസ്, നല്ലൊരു കണ്ടീഷണറാണിത്. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്ലമ്മിന്റെ തന്നെ എന്തോ ഒലിവ് പ്ലാന്റ് കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പൂ എന്താ പറയാ കണ്ടീഷണറാണ്. കണ്ടോ, ഇല്ല, ഞാൻ ഇത് എടുത്തോണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ഞാൻ കണ്ടിന്യൂസ് ഇത് തേക്കുന്നത് കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നതാണ്. അതിന് രണ്ടാമത്തെ വേറെയാണ്. ഞാൻ ഇത് തന്നെ വാങ്ങിക്കേണ്ട, ഞാൻ വേറെയും ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടോ പ്ലമ്മിന്റെ മറ്റേയും കണ്ടീഷണേഴ്സും ബാക്കി കണ്ടീഷണറും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ച ഒരെണ്ണമാണ് ഗൈസ്. ഒരു രക്ഷയില്ല, നല്ല ഒരെണ്ണമാണ് ഇത്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതും നല്ലൊരു കണ്ടീഷണറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷണറിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡ് തന്നെ ലോറിയലിന്റെ വാങ്ങാതെ തന്നെ ഈ പ്ലമ്മിന്റെ വാങ്ങിച്ചത്. ട്രസ്റ്റ് മീ, ഇതും അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാസ്ക്, അതും പ്ലമ്മിന്റെ തന്നെയാണ് കേട്ടോ. പ്ലമ്മിന്റെ മാസ്ക് തന്നെയാണ് അത്. ഞാൻ ഈ ഷാമ്പൂ ഇതെല്ലാം കൂടെ കോംബോ ആയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഷാമ്പൂ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ ഉപയോഗിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ മാസ്ക് ഒരു രക്ഷയില്ലാത്ത അടിപൊളി മാസ്ക് ആണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ മുടിക്ക് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നമ്മുടെ മുടിക്ക് തോന്നിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ഒരു കണ്ടീഷണർ, ഈ ഒരു മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കാണാൻ ഭയങ്കര ഷൈനി ആയിരിക്കും. ഒരു എന്താ പറയാനാ, ഒരു ഇതും ഇല്ലാത്ത, നല്ല ഡ്രൈ തോന്നിക്കാത്ത, ഫ്രിസി ആയിട്ട് തോന്നിക്കാത്ത, നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിക്കും. അപ്പം ഇതാണ് പ്ലമ്മിന്റെ തന്നെ കണ്ടീഷണറും മാസ്കുമാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. അപ്പൊ ഷാമ്പു ഇതാണ്. അപ്പം കുറെ ബ്രാൻഡിന്റെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒറ്റ ബ്രാൻഡ് എന്ന് പറയുന്നത് ലോറിയലിന്റെ ആണ്. കാരണം നല്ല പോലെ പതിയും എന്ന് വെച്ചാൽ ഭയങ്കര പതയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പതിഞ്ഞിരിക്കണം. ചെറിയ നമ്മൾ എടുത്താൽ പോയി നല്ല പോലെ പതഞ്ഞിരിക്കണമെന്നുകൊണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീന്. അപ്പം ഞാൻ മാസ്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മാസ്കാണ് ഇപ്പം ഉപയോഗിക്കുന്നത്. പിന്നെ മാസത്തിൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം ഞാൻ യൂസ് ചെയ്യുന്ന മാസ്ക് എന്ന് പറയുന്നത് ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയും കൂടെ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് തലയിൽ പെട്ടെന്നാണ്. അതാണ് അടിപൊളി മാസ്ക് ആണ്. അത് അരച്ചിട്ട് തല തേക്കുന്നതാണ് അത്. പിന്നെ ഈ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ ഫോളോ ഹെയർ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു നോക്ക്. അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. കാരണം ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. നിങ്ങൾ വെറുതെ കുറേ പൈസ, ഇതിന് മാക്സിമം എങ്ങാണ്ട് 599 ആയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഒരു വർത്തിട്ട്, അതിനും അപ്പുറം അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അടിപൊളിയാണ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീന്. ഇപ്പം ഞാൻ എൻ്റെ ടെസ്റ്റർ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ചെറിയ ഡോട്ട് എടുത്തിട്ട് പോലും തന്നെ ഒരു എന്താ പറയാനാ, ഒരു മിനുസം പോലത്തെ ടൈപ്പാണ്. ഭയങ്കര ഷൈനിങ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. പെട്ടെന്ന് പതയുകയും ചെയ്യാം. അടിപൊളി ഒരു എന്താ പറയാൻ ഒരു ഷാമ്പൂ ആണിത്. അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കാരണം കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മിനുസം പോലെ. അതായത് ഭയങ്കര ഷൈനിങ് ആണിത്. നല്ലൊരു എന്താ പറയാൻ ഒരു ഷാമ്പൂ ആണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ അല്ലല്ലോ, പ്ലമ്മിന്റെ മാസ്ക്. അത് കാണിച്ചു തരാണെങ്കിൽ കണ്ടില്ലേ, തീരാറായി ഇവിടെ ഇത്രയേ ഉള്ളൂ. പക്ഷെ അടിപൊളിയാണ്. ഞാൻ ലാസ്റ്റായിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചു തരാം. ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ ഒന്ന് എടുക്കുന്ന വീഡിയോ ഉള്ളൂ. ഷാമ്പു ഞാൻ ഇടുന്നൊന്നും കാണിക്കുന്നില്ല. അല്ലാതെ ചെയ്യുന്നതായിട്ടൊക്കെ ഉള്ള ഒരു ഞാൻ വീഡിയോ കാണിച്ചു തരാം. അടിപൊളിയാണ്. ട്രസ്റ്റ് മീ, ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ തലയിൽ തേക്കുവാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും, നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീന്. നിങ്ങൾക്കും ഇതുപോലത്തെ റുട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്നും നമ്മൾ എന്താ പറയുക ഒരേ പാറ്റേണിൽ പോവുക. നമ്മൾ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ
ഹെയർ ഫോൾ നല്ലപോലെ ഉണ്ടാകും. അപ്പോൾ ഞാൻ അതും കൊണ്ട് ഇപ്പം സർജറിക്ക് മുമ്പ് വരെ ഞാൻ തലയിൽ ഇടാത്ത സാധനങ്ങളില്ലായിരുന്നു. എന്തൊക്കെ കിട്ടും അതെല്ലാം ഞാൻ വാങ്ങിച്ച് പരട്ടുമായിരുന്നു. ഇപ്പം ഞാൻ ഒന്നും തേക്കുന്നില്ല. ഇപ്പം ഞാൻ കുറച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഓരോ ബ്രാൻഡുകൾ ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പം ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ അടുത്ത് എന്താ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഞാൻ കുറേ സ്കിൻ കെയറും നൈറ്റ് കെയർ റുട്ടീനും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ടൈം കിട്ടുന്നില്ല. ടൈം കിട്ടുമ്പോൾ ഷോർട്സ് ഇടുന്നുണ്ട്, അതിന് മാത്രമേ ഇപ്പോൾ ടൈം കിട്ടുന്നുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഹെയർ കെയർ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചു. എന്തെങ്കിലും സജഷൻസോ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ ബൈ.